ഹലോ, മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചതാണേ. കൃത്യമായി പറഞ്ഞാൽ നവംബർ 3 ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ. കുഞ്ഞു വന്നതിൽ പിന്നെ നല്ല തിരക്കായതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് ഒന്നും നടക്കുന്നില്ല. അതാണ് പെൻഡിങ് വീഡിയോസ് ഓരോന്നായി ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് കണ്ടിട്ട് വിചാരിക്കും ഞാൻ എന്തോ ഫുഡ് വ്ലോഗാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അല്ല കേട്ടോ, ഇത് ഞാൻ അന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ വെറുതെ റെക്കോർഡ് ചെയ്തതാണ്. അതിപ്പോൾ ഇവിടെ അങ്ങ് ആഡ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് പറയാം. പലർക്കും പലതരത്തിലുള്ള ഹോബീസ് ഉണ്ടാവുമല്ലോ. എനിക്കുണ്ട് ചില ഹോബീസ്. അതിലൊരു ഹോബിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. മറ്റുള്ള ചിലരുടെയെങ്കിലും ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഭ്രാന്തൻ ഹോബി. ഇത്തരം ചില ഭ്രാന്തുകളാണ് എന്നെ ഞാനാക്കി മാറ്റുന്നത്. ഇങ്ങനത്തെ ചില മിനക്കെട്ട പണികൾ എനിക്ക് വലിയ സന്തോഷം തരുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതും. എന്താ കഴിക്കുന്നത്? ഓക്കെ, ഇന്നപ്പം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് പുറത്ത് ഞാൻ വീടിൻ്റെ മുറ്റത്തായിട്ട് കുറച്ച് ബേർഡ്സിൻ്റെ ഫീഡറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്ത് പുതിയ ഫുഡ് ഫില്ല് ചെയ്യണം. അതേപോലെ തന്നെ സ്ക്വരൽസ്, അണ്ണാൻകുട്ടികൾക്കുള്ള ഒരു ഫീഡറും വെച്ചിട്ടുണ്ട്. അതിനകത്ത് പീനട്ട്സ് ഫില്ല് ചെയ്ത് വെക്കണം. പിന്നെ ബേർഡ് ഫീഡറിൻ്റെ അകത്ത് ബേർഡ്സിൻ്റെ ഫുഡും ഫില്ല് ചെയ്ത് വെക്കണം. എനിക്കൊരു ബേർഡിൻ്റെ ഒരു ചെറിയൊരു കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാ വർഷവും സ്പ്രിംഗ് ആകുമ്പം അവർ വന്നിട്ട് മുട്ടയിട്ട് വിരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഈ തവണ സ്പ്രിങ്ങിലെ അവർ 2 തവണ അതിൽ കുട്ടികൾ വിരിഞ്ഞു പോയി. അതിനുശേഷം ഞാൻ ആ കൂട് ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ സാധാരണ ഒരു റൗണ്ട് കുട്ടികൾ പോയി കഴിഞ്ഞ് കഴിയുമ്പം ഞാനത് ക്ലീൻ ചെയ്ത് വയ്ക്കാറുണ്ടായി. പക്ഷേ ഇത്തവണ ക്ലീൻ ചെയ്യാൻ നോക്കിയപ്പം അടുത്ത റൗണ്ട് എഗ്ഗ് അവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 റൗണ്ട് അതിൽ കുട്ടികളുണ്ടായി. ഇതിനി ഞാനതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഇത് അണ്ണാന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. ഇതാണ് അവൻ്റെ കൂട്. അവനത് മൊത്തം കരണ്ട് കുളമാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഫുഡില്ലെങ്കിൽ ആ തടി വന്നിട്ട് കരളാൻ തുടങ്ങും. അതാണ് അവൻ്റെ പരിപാടി. ഇപ്പം എന്താണെന്നറിയോ, ഇനിയിപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുന്നവരെ അവർക്കുള്ള ഫുഡ് അങ്ങ് ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതൊരു ഏകദേശം 2 ആഴ്ചയോളം നിൽക്കും. അപ്പം ഞാനിനിയിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവരെ ഫുഡ് അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ ഓർത്തു ഇപ്പം അതങ്ങ് ഫില്ല് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത 2 ആഴ്ചത്തേക്കുള്ളത് അതിലുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം അത് ചെയ്യുന്നത്. അപ്പം അവൻ്റെ ഫുഡ് അവിടെ ഫില്ലായിട്ടുണ്ട്. ഇനി ബേർഡ്സിൻ്റെ ഫുഡും കൂടെ ഫില്ല് ചെയ്യണം. ഇതാണ് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പോവാണ്. അപ്പം അബ്ബ ചെയ്തുകൊണ്ടിരുന്ന പണികളൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്ബ വന്നതിന് ശേഷം ഞാനിതൊന്നും അറിയുന്നേ ഉണ്ടായില്ല. കാരണം എല്ലാം അബ്ബയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബേർഡ്സിൻ്റെയും അണ്ണാൻ്റെയും ഒക്കെ ഫുഡ് ഫില്ല് ചെയ്ത് വെക്കുന്നതൊക്കെ അബ്ബയായിരുന്നു. അപ്പം അബ്ബ പോയതിന് ശേഷം ഇപ്പോഴാണത് തീർന്നിട്ടില്ല. അബ്ബ ഫില്ല് ചെയ്ത് വെച്ചത് ഇതുവരെ തീർന്നിട്ടില്ല. അത് എനിക്ക് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് തീരുന്നതിന് മുമ്പേ അങ്ങ് ഫില്ല് ചെയ്യുന്നതാണ്. സഹജീവി സ്നേഹം കുറച്ച് അധികമുള്ള ആളാണ് ഞാൻ. മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ തുല്യ അവകാശികളാണെന്നും ഒന്നിനെയും ആവശ്യമില്ലാതെ ഉപദ്രവിക്കാൻ നമുക്ക് യാതൊരു അവകാശമില്ലെന്നും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് കിളിക്കൂട് ക്ലീനിങ്. ഈ കിളിക്കൂട് ഞാൻ കാണിച്ചു തരാം. ഇത് തുറന്ന് കാണിച്ചു തരാവേ. ഇതിലെയാണ് കിളി ഉള്ളിൽ കയറുക. പക്ഷെ ഇതിന് ഇവിടെ ഒരു ചെറിയ ഡോറുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്ന പോലെ. അപ്പം ഞാൻ ഇതിലെയാണ് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തത്. കുഞ്ഞു കൂട്, ഇതിനുള്ളിൽ അവർ തന്നെ ഒരു കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഒരുവിധം ഇങ്ങനെയുള്ള ജീവികളൊക്കെ എന്നോട് പെട്ടെന്ന് ഇണങ്ങും. ചിലപ്പോൾ ഏതെങ്കിലും ജീവിയുടെ ബാധ വല്ലതും കയറിയ ആളായിരിക്കും ഞാൻ, ആർക്കറിയാം.
ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജി ഫ്രീക്വൻസിയുള്ള ആളുകളിലേക്ക് ഇത്തരം ജീവികളൊക്കെ പെട്ടെന്ന് അടുക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലപ്പം അതുമായിരിക്കാം കാരണം. ഇവിടെ കിളിക്കൂട് ക്ലീനിങ് തകൃതിയായി നടക്കുകയാണ്. ഓരോ തവണ ഈ കിളിക്കൂടൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴും അതിൻ്റെ ഹുക്കൊക്കെ ടൈറ്റാണെന്ന് ഞാൻ എപ്പോഴും ഉറപ്പ് വരുത്താറുണ്ട് കേട്ടോ. കൂട് താഴെ വീണ് കിളിമുട്ടകളൊന്നും ഉടഞ്ഞു പോകാനോ കിളിക്കുഞ്ഞുങ്ങൾ താഴെ വീഴാനോ പാടില്ലല്ലോ. ഇതിനു മുമ്പ് അത് സംഭവിച്ചിട്ടുണ്ട്. ഒരു തവണ ഈ ഹുക്ക് പൊട്ടി താഴെ വീണിട്ട് ഒരു കിളിമുട്ട പൊട്ടിപ്പോയി. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. അന്ന് എനിക്ക് ഭയങ്കര കുറ്റബോധമായിരുന്നു. ഞാൻ കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ് അത് സംഭവിച്ചതെന്നുള്ള വിഷമം. എൻ്റെ ഇങ്ങനത്തെ ചില വിഷമങ്ങൾ കാണുമ്പോൾ ഏട്ടൻ ചോദിക്കാറുണ്ട്, ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാ നീ വിഷമിക്കുന്നതെന്ന്. എന്തോ അതിനുള്ള വ്യക്തമായ ഉത്തരവൊന്നും എനിക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റാറില്ല. ഞാനിങ്ങനെയാണ്, അത്ര തന്നെ. ഏട്ടൻ പറയും, കാറ്റത്തും മഴയത്തും ഒക്കെ എത്ര കിളിക്കൂടുകളാണ് താഴെ വീണ് പോകുന്നത് എന്ന് വെച്ച് എല്ലാം പോയി നിനക്ക് സേവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ഏട്ടൻ എന്നെ സമാധാനിപ്പിക്കാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഈ കാര്യത്തിൽ അത്ര വർക്കൗട്ട് ആവില്ല. ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എൻ്റെ ഈ വട്ടൊന്നും. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. വീട്ടിൽ വരുന്ന കാക്കയ്ക്ക് തൻ്റെ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് നൽകുന്ന, മുറ്റത്ത് വന്ന് നിൽക്കുന്ന പൂച്ചയ്ക്ക് അമ്മ അറിയാതെ ഭക്ഷണം കൊടുക്കുന്ന, കൊത്താൻ വരുന്ന മൂർഖൻ പാമ്പിനെ അടിക്കാൻ നിൽക്കുന്ന അച്ഛനോട് കൊല്ലണ്ടച്ചേ അത് ഇതിലെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന, ബാത്റൂമിലെ വെള്ളത്തിൽ വീണ് പിടയുന്ന ഉറുമ്പിനെ കയ്യിലെടുത്ത് കരയ്ക്ക് വയ്ക്കുന്ന, കൊച്ചച്ഛൻ എലിക്കണി വയ്ക്കുമ്പോൾ എലി വരരുതേ ഭഗവാനെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്ന അന്നത്തെ കുഞ്ഞു ചിന്നുവിന് ഇന്നും ഒരല്പം പോലും മാറ്റമില്ല. മൊത്തം നരച്ചില്ല. നിങ്ങൾക്കൊക്കെ എൻ്റെ അതിഥികളെ കാണണ്ടേ? എൻ്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട് കേട്ടോ. അതിവിടെ ഞാൻ ഷെയർ ചെയ്യാമേ. ഇവനാണ് അപ്പൂസ്. എന്നോട് നന്നായി ഇണങ്ങിയ ആളായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. ഇപ്പോൾ അവനില്ല കേട്ടോ. കാർ ഇടിച്ചിട്ടാവണം ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ റോഡിൽ ചത്ത് കിടക്കുന്നത് കണ്ടു. അന്ന് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഏട്ടൻ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് അറിയാവുന്നത് ഇത് അപ്പൂസാണെന്നുള്ളത്? എന്തോ എനിക്ക് അറിയാൻ പറ്റും. അവൻ തന്നെയായിരുന്നു. അതിനുശേഷം അവനെ കണ്ടിട്ടില്ല. ഇവനെ പോലെ വേറെ ആരും ഇണങ്ങിയിട്ടുമില്ല. അപ്പൂസിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കണം. ഇപ്പോഴും കുറേ ആൾക്കാർ വരാറുണ്ട്. രസം എന്താണെന്ന് അറിയണ്ടേ? ഞാൻ എല്ലാവരെയും വിളിക്കുന്ന അപ്പൂസ് എന്ന് തന്നെയാണ്. പലർക്കും കിളിക്കൂടിൻ്റെയും കിളിമുട്ടകളുടെയും കുഞ്ഞു കിളികളുടെയും ഒക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ ഇതേപോലൊരു ഫോട്ടോ അതത്ര എളുപ്പമല്ല കിട്ടാൻ. കൂട്ടിൽ അടയിരിക്കുന്ന അമ്മ കിളിയുടെ ഫോട്ടോ അതൊരു വിശ്വാസമാണ്. കാണാൻ ചെല്ലുന്ന നിത്യസന്ദർശകയിൽ ഉള്ള ഉറപ്പുള്ള വിശ്വാസം. ഇത് റെഡ് കാർഡിനൽസിൻ്റെ എഗ്സ് ആണ്. ഇതിനൊരു നീല നിറമുണ്ടാവും. ഇവർ നമ്മൾ വയ്ക്കുന്ന കൂടിലൊന്നും മുട്ടയിടാറില്ല. പൊക്കം കുറഞ്ഞ ചെറിയ ബുഷിലാണ് അവർ കൂട് വയ്ക്കുക. ഇത് റെഡ് കാർഡിനലിൻ്റെ ബേബി ആട്ടോ. ഇവർ വലുതാകുമ്പോഴാണ് ശരിക്കും റെഡ് കളർ ആവുക. അതുവരെ ഈ കളറൊക്കെ തന്നെ ആയിരിക്കും. ഇനി കുറച്ച് പേരുടെ ഫോട്ടോസ് കൂടിയുണ്ട്. ഇത് ആ വിൻഡോയിൽ വെച്ചിരിക്കുന്ന ഫീഡറിൽ വരുന്ന ആൾക്കാരാണ് കേട്ടോ. ചിലപ്പോൾ അപ്പൂസിന് അവൻ്റെ പീനട്ട്സ് മടുത്താൽ ഈ കൂട്ടിനുള്ളിൽ കയറിയിരുന്ന് ഈ കിളികളുടെ ഫുഡ് കഴിക്കാറുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.